നമ്മുടെ സ്ഥിരമുഖങ്ങളായ 10 പേരുണ്ടാവും. പക്ഷെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ ഇവിടെ പരിപാടിയാണെങ്കിലും എവിടെയാണെങ്കിലും ആത്മാർത്ഥമായി ഒരു 50 പേരുടെ മുകളിൽ നമ്മുടെ സംഘടന എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പരിയാരം മെഡിക്കൽ കോളേജിലെ അംഗങ്ങളെ ഒരു മാനവരെ മുത്തുകളെ പോലെ പുറത്തിറങ്ങിക്കൊണ്ട് ശക്തമായി നിൽക്കുന്ന കാരണം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം പോലും അവിടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നത്. അപ്പൊ അത്രത്തോളം ആ സംഘടനയെ സ്നേഹിച്ചിട്ട് കാരണം നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന് ആ ശമ്പളം കൃത്യമായി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും കേരള ഗവൺമെന്റ് എല്ലാ പരിപാടികളിലും ശക്തമായി പിന്തുണ അറിയിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന അവിടുത്തെയും അമരക്കാരനും കേരള ഗവൺമെന്റ് എസ്എസ്യുവിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ റോബിൻ ബേലിയെ കേരള ഗവൺമെന്റ് അടുത്തതായി എനിക്ക് ഏറ്റവും എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ സംഘടനാ പ്രവർത്തനം നടക്കുമ്പോൾ ഞാൻ ജില്ലാ പ്രസിഡന്റാണ്. എനിക്ക് ഒപ്പം കാരണം കൂടുതൽ പേര് ഈ സംഘടനയെ കൊണ്ടുവരേണ്ട കാര്യമാണ്. അത് എങ്ങനെ കൊണ്ടുവരും എന്ന് ഞങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ എനിക്കൊപ്പം ചേട്ടാ നമുക്ക് അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ എന്ന് പറഞ്ഞ പുതിയ പദ്ധതികൾ. കാരണം കോവിഡ് സമയത്ത് രക്ഷപ്പെട്ട 2 പേരും ഒന്ന് പിണറായി വിജയനും മെഡിക്കൽ വേഷന്മാരും ആനസുമാണ്. കാരണം ഞങ്ങളുടെ സംഘടന ഞങ്ങൾക്ക് അംഗങ്ങൾ സത്യം ആ കോവിഡ് സമയത്ത് പല പദ്ധതികളും പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി എന്നോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ഞങ്ങൾക്ക് പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും അത്രത്തോളം ഞാൻ ശരിക്കും പറഞ്ഞ ജില്ലാ സെക്രട്ടറി പശ്ചാത്തലമായി കുറച്ച് കാര്യങ്ങളുണ്ട്. 2 വർഷത്തോളം സംഘടന വിട്ടു നിന്നു പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറിയുടെ മാറി നിന്നു. പിന്നെ വീണ്ടും സംസ്ഥാന കമ്മിറ്റി അംഗമായി കഴിഞ്ഞ വർഷം വീണ്ടും ചേർന്നെടുത്തു. ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഞാൻ അഭിമാനത്തോട് പറയാം. കാരണം മറ്റത് ഇവിടെ ഒരു ബലൂൺ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഇട്ടാണെങ്കിൽ എന്റെ കയ്യൊപ്പില്ലാത്ത ഒരു പരിപാടി ഈ തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടില്ല ഒരു പരിപാടി. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒന്നും അറിയാതെ പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല ആദ്യമായിട്ട് എന്റെ സ്വപ്നം അത്രത്തോളം ഈ പരിപാടിയുടെ സംഘാടകരും കേരള ഗവൺമെന്റ് എസ്എസ്യുവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ചീഫ് കോർഡിനേറ്ററുമായ പരിപാടികളുമായ ശ്രീ ഗിരീഷ് ജിയെ അതുപോലെ സംസ്ഥാന കമ്മിറ്റിയോടൊപ്പം ചേർന്ന് ഇവിടെ ഈ പരിപാടികൾ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ട നൽകുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത്. അത്രത്തോളം സംസ്ഥാന കമ്മിറ്റിയായിട്ട് ഏറ്റവും അടുത്തിടപെടുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലെ സൗത്തും നോർത്തും ജില്ലാ ഭാരവാഹികളായ ശ്രീ ബീനുവിനെയും ശ്രീ ടി ആർ കാർത്തികിനെയും നാദിയെയും എല്ലാവരെയും നേതാക്കളെയും കേരള ഗവൺമെന്റ് എസ്എസ്യുവിന്റെ സംസ്ഥാനത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിനൊപ്പം നമ്മുടെ ഈ പരിപാടിയുടെ വൻ വിജയത്തിനായി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന മറ്റുള്ള ജില്ലകളിൽ നിന്ന് വന്ന എല്ലാ പ്രിയ നേതാക്കൾക്കും അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി കേരള ഗവൺമെന്റ് എസ്എസ് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയുടെ സംസ്ഥാനതല ചെയർമാൻ ഇന്ത്യ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജാഫർ, അതുപോലെ തന്നെ ലീഡറായിട്ടുള്ള സംസ്ഥാന സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആശാൻ, അതുപോലെ തന്നെ യൂത്ത് സിസ്റ്റം സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ശിവ, റോബിൻ, സംഘടനയുടെ ശക്തരായ അംഗങ്ങളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നമ്മളൊരു സമര പരിപാടിക്ക് രൂപം കൊടുക്കേണ്ടതിലേക്കുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ചവറസാറിനോടും ഇവിടെ വേദിയിലിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഐതിഹാസികമായ ഒരു പണിമുടക്കിന്റെ പക്കിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, UDF സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്ന് NPS-മായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ സംഘടനകളടക്കം നടന്ന വലിയ പണിമുടക്ക്, അതിനെപ്പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പോ ആ വിഷയത്തിൽ നിന്നൊക്കെ അവരെ പുറകോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോ
അതിന്റെ അപ്പുറത്തേക്ക് ഒരു പുതിയ സമരപരിപാടി സെറ്റോ രൂപം നൽകിയിരിക്കെ വരുന്ന 24-ാം തീയതി അത് വെറും ഒരു സമരമല്ല. എന്താ നമ്മുടെ BA കൊണ്ടുള്ള അല്ലെങ്കിൽ DA തരണം ശമ്പള പരിഷ്കരണ കുറിച്ച് നൽകണമെന്ന് മാത്രമല്ല അതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. കേരളത്തിൽ സിവിൽ സർവീസ് തന്നെ വേണോ എന്ന് ഒരു ഗവൺമെന്റ് സിവിൽ സർവീസിനെ തന്നെ തച്ചുടയ്ക്കുന്ന രീതിയിലേക്കുള്ള നയങ്ങളും നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സർക്കാർ ജീവനക്കാർക്കെതിരെ പൊതുജനങ്ങളെ തിരിച്ചുവിട്ടുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ അവകാശ സമരങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സമീപനം ഒരു ഫാസിസ്റ്റ് സർക്കാർ എടുക്കുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാർ സർവീസ് തന്നെ ഇവിടെ നിലനിൽക്കണോ എന്നുള്ളതിന്റെ വലിയ ഒരു ചോദ്യചിഹ്നത്തിന്റെ മുൻപിലാണ് 24 സമരം നടക്കാൻ പോകുന്നത് എന്നുള്ള വലിയ ഉത്കണ്ഠാജനകമായ ഒരു അവസ്ഥയാണ് നമ്മൾ പലരും അതിനെക്കുറിച്ച് ബോധവാന്മാരെന്നാണ്. കാരണം സെറ്റ് ഒരു സമരപരിപാടി വെച്ചു അവരിൽ തന്നെ അടിയെ തരണം അല്ലെങ്കിൽ ഞങ്ങളുടെ ശമ്പള പ്രശ്നം തരണം അതിനുവേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ളതാണ് സാധാരണ ഒരു നിലവിലെ സമരത്തോളം അവർ വിചാരിക്കും. നമ്മുടെ നാട്ടില് ഈ സമരത്തിന്റെ അന്തസത്ത മനസ്സിലാക്കാതെ പലരും തിരുവാതിരയും കായികമേളയും കളിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട എൻജിഒയുടെ പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ആശങ്കാപരമാണ്. പക്ഷേ എല്ലാ സമര പരിപാടികളെയും എല്ലാ തരം പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാന സർക്കാർ ഫാസിസ്റ്റ് നയം പിന്തുടരുന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ കാലത്താണ് സെറ്റോ ഇത്രയും കാലം നമ്മൾ നടത്തിയ സമരങ്ങളുടെ ഇതിനെക്കാട്ടും വലിയ തരത്തിലുള്ള എതിർപ്പിനെ നേരിടേണ്ടി വരുന്ന തരത്തിൽ അല്ലെങ്കിൽ സമരങ്ങളെ ഒരു ദാക്ഷിണ്യമില്ലാതെ അടിച്ചമർത്തുന്ന ഒരു സർക്കാരിന് കീഴിൽ സർവീസിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടേണ്ട ഒരു സാഹചര്യം. അപ്പൊ അത്തരം സാഹചര്യത്തിലാണ് കേരള ഗവൺമെന്റ് നാഷണൽ യൂണിയൻ തങ്ങളുടെ സമര പരിപാടികളുടെ തുടക്കം ഈ സെറ്റോ ഏർപ്പെടുത്തി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി അതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു സമര പരിപാടി രൂപവൽക്കരിക്കണം എന്ന് നമ്മൾ ആലോചിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഘടകം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരു സമര പരിപാടി തുടക്കപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അവകാശ പത്രിക ഗവൺമെന്റ് കൊടുക്കുന്ന സമീപനങ്ങൾ. അത് ഞങ്ങൾ തീരുമാനിച്ചത് 24 സമരത്തിന് മുമ്പ് തന്നെ അവകാശ പത്രിക സമര പരിപാടികളുടെ മുന്നോടിയായിട്ട് കൊടുക്കണം. കഴിഞ്ഞ 7 വർഷക്കാലമായി ഇവിടെ 2014 ശേഷം UDF സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ നഴ്സുമാരുടെ അല്ലെങ്കിൽ സിവിൽ സർവീസിലെ ജീവനക്കാരുടെ പ്രത്യേകിച്ച് നഴ്സുമാരുടെ ഏത് ആവശ്യങ്ങളാണ് ഏത് അവകാശങ്ങളാണ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്? ഒരു കാര്യങ്ങളിലും ഈ ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല. അതില് നാമമാത്രമായ യൂണിഫോം വർദ്ധനയുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ ഓർക്കണം, ഇപ്പോൾ ഈ അവകാശ പദ്ധതിയുടെ കരട് രൂപം കരട് കഴിഞ്ഞ പൂർണ്ണമായ രൂപം നിങ്ങൾക്ക് എല്ലാം ഇപ്പൊ തന്നെ ഇവിടെ തരും, ജില്ലാ കമ്മിറ്റികൾക്ക് തരും. അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കണം. അപ്പൊ ഈ അവകാശ പദ്ധതി നമ്മൾ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സമര പരിപാടികൾക്ക് നമ്മൾ തുടക്കപ്പെടുകയാണ്. ഇത് 24 നടക്കാൻ പോകുന്ന ഐതിഹാസികമായ സമരത്തിന്റെ ആദ്യത്തെ ഒരു പടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പടിയാണ് ഇപ്പൊ നടക്കുന്ന അവകാശ സംരക്ഷണ. ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ കോടിക്കണക്കിന് വരുന്ന ഫണ്ടുകൾ അവരുടെ പാർട്ടിക്കും ഗവൺമെന്റിനുമായിട്ട് കൊടുത്തുകൊണ്ട് കേരളത്തിലെ നഴ്സുമാരുടെ വെൽബീയിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്ഥാപനത്തെ പാർട്ടിവൽക്കരിക്കുകയും അതിന്റെ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ കഴിഞ്ഞ 30-45 വർഷമായി പറയുന്നു ഞങ്ങൾ. ആ നഴ്സിംഗ് കൗൺസിൽ KGയിലേക്ക് മെമ്പർമാർക്ക് അത് സ്ഥാപിച്ച കാലഘട്ടത്തിൽ നമ്മൾ ഒറ്റ സംഘടന ഉണ്ടായിരുന്നു, സത്യമാണ്. അതിനുശേഷം കേരളത്തിൽ പല നഴ്സിംഗ് സംഘം ഉണ്ടായിട്ടില്ലേ? APJമാർക്ക് അതിന്റെ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ലേ? ഡോക്ടർമാർക്ക് കൊടുത്തിട്ടില്ലേ? അതുപോലെ തന്നെ പല മേഖലയിലുള്ള ആൾക്കാർക്ക് APJമാർക്കുണ്ട്, ഡോക്ടർമാർക്കുണ്ട്. ഇവരെയൊക്കെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നാഷണൽ യൂണിയൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ അംഗീകൃത ഒരു സംഘടനയാണ് കേരള ഗവൺമെന്റ് നാഷണൽ യൂണിയൻ. ഈ കേരള ഗവൺമെന്റ് നാഷണൽ യൂണിയനിൽ 2 മെമ്പർമാരെ ഈ നഴ്സിംഗ് കൗൺസിലിൽ നോമിനേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യം. അത് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഗവൺമെന്റ് UDF തലത്തിൽ യാതൊരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുകയാണ്. കേരള ഗവൺമെന്റ് നാഷണൽ യൂണിയനെ
എത്രത്തോളം നെഞ്ചോട്, അതായത് എന്ത് കാര്യവും നമുക്ക് പോയി പറയാനും നമ്മുടെ ഓരോ പരിപാടികളിലും വരാമെന്ന് ഏറ്റാൽ വരുന്നതുമായ ഒരു മുൻ നേതാവ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വീട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇന്നും എനിക്ക് നമ്മുടെ പരിപാടികളിൽ വരാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ആവശ്യമായി ചെന്ന ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ ആ കയറി വാ എന്ന് പറയുന്ന ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നു, ഈ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ. കാരണം ഉമ്മൻചാണ്ടി സാറിന്റെ വീട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഗവൺമെന്റ് ഭയങ്കര നഷ്ടമായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മുടെ കോൺഗ്രസ് നേതാക്കളെ കാണാൻ പോകുമ്പോൾ പോലും നമ്മുടെ പരിപാടികൾ സ്ഥിരസാന്നിധ്യമാണെങ്കിൽ പോലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സാറേ, ഞാൻ കേരള ഗവൺമെന്റ് ഏജൻസിയാണ്, ഞാൻ സെക്രട്ടറിയാണ്, ഇത് സംഘടനയെ കുറിച്ച് വിശദീകരിക്കണം. പക്ഷെ ഇന്ന് ഞാൻ അഭിമാനത്തോട് ഞാൻ പറയും, കാരണം രണ്ടു ദിവസം പോയ സാറിനെ കാണാൻ ചെന്ന കയറി വാ ഗവൺമെന്റ് ഇന്ന് വരിക്കും നമ്മുടെ ഒരു പരിപാടി വിളിച്ചിട്ട് പരിപാടിക്ക് കൃത്യമായി പങ്കെടുക്കുന്ന, നമ്മുടെ സംഘടനയെ കുറിച്ച് നല്ല ബോധ്യമുള്ള, നമ്മുടെ സംഘടനയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, എല്ലാ കാര്യങ്ങളും വിശദമായി മനസ്സിലാക്കിയിട്ടുള്ള, സംഘടനയെ ചേർന്ന് പിടിക്കുന്ന ആരാധനായ നമ്മുടെ കേരള ഗവൺമെന്റ് യശസ്വി സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അവകാശ സംരക്ഷണ കൺവെൻഷനാണ് ഇവിടെ ചെയ്തത്. അതോടൊപ്പം 24-ാം തീയതി നടക്കുന്ന പൊതുപണിമുടക്കിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വിവിധ ജില്ലകളിൽ എത്തിയിട്ടുള്ള ഭാരവാഹികളായ നിങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ജീവനക്കാർ തന്നെ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. ഈ ഗവൺമെന്റ് ഇതുവരെ 6 DA കുടിശ്ശികകളാണ് വരുത്തിയിട്ടുള്ളത്. 15%, ഇപ്പൊ 21%. ഒന്നാം സ്ഥാനത്താണ് സർക്കാർ. ഒന്നാം സ്ഥാനത്താണ് ആരോപണം. വേറെ ഒരു സർക്കാരിനും പറ്റാത്ത കാര്യമാണ് ഈ 6-7 DA കുടിശ്ശികകൾ വരുത്തുക. പിന്നെ ലീവ് സറണ്ടർ ഏകദേശം തീരുമാനമായി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷം പെൻഷൻകാർ പെൻഷൻ. നിങ്ങളുടെ 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടിയിട്ടില്ല. തൽക്കാലം കിട്ടുമെന്നുള്ള ധാരണ. പിന്നെ ഗംഭീര സാധനമാണ് മെഡിക്സ്. അങ്ങോട്ട് കാശ് പോസ്റ്റ് ബോക്സിൽ കാശ് പോലെയാണ്, കത്തുള്ള പോലെയാണ് ഞാൻ പറഞ്ഞു. വിക്കേജ് എടുക്കാൻ പറ്റുമോ? അതുപോലെ ആകാശം പോയി. മെഡിസപ്പിന്റെ ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല. ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് ആശുപത്രി മുഴുവൻ കണ്ണാശുപത്രികളെ പേരാണ് എഴുതിയിട്ടേക്കുന്നത്. നിങ്ങളെല്ലാം എത്ര രോഗികളാണെന്നോ നിങ്ങൾ കണ്ടാൽ സംശയം തോന്നാതെ കണ്ടേ. കൊള്ളാവുന്ന ഒരു ആശുപത്രി ഇല്ല. കൊള്ളാവുന്ന ആശുപത്രികളിൽ ഇപ്പൊ മെഡിസപ്പ് എടുക്കുന്നില്ല. എല്ലാ ദിവസവും പരാതികളാണ്. എല്ലാവർക്കും വലിയ മാരകമായ രോഗം ബാധിച്ച ആളുകൾക്കൊന്നും ഒരു സംഭവിച്ചു. റീഇംബേഴ്സ്മെന്റ് പോലും ഇല്ല എന്ന് കംപ്ലീറ്റ് ആയിട്ട് തീരുമാനിച്ചു. കബളിപ്പിക്കപ്പെട്ടു ജീവനക്കാർ. യഥാർത്ഥത്തിൽ പൂർണ്ണമായി കബളിപ്പിക്കപ്പെട്ടിരിക്കുക. അതാണ് സംസ്ഥാന ജീവനക്കാരുടെ ചരിത്രത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കാലത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഇനി മിക്കവാറും ഈ ബജറ്റോടുകൂടി സുപ്രധാനമായ പല തീരുമാനങ്ങളും ഉണ്ടാവും. ഇപ്പോഴും ഒരു ധൈര്യം മുഖത്തുള്ളത് ശമ്പളം കിട്ടുമെന്നാണ് ഒന്നാമത്. അത്ര ധൈര്യം വേണ്ടാന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഈ പോക്ക് പോയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ
കുഴപ്പമില്ലാതെ പോകും. അല്ലെങ്കിൽ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ അത് ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ട്രഷറി കൂട്ടി താഴെ കൂട്ടി താക്കോൽ പോക്കറ്റിട്ടുള്ളതാണ് പെൻഷൻ ഫണ്ട്. ഒരു ബില്ല് പോലും പാസ്സാകുന്നില്ല. 1 ലക്ഷം രൂപയ്ക്ക് മീനുള്ള ഒരു ബില്ല് പാസ്സാവാൻ. അപ്പൊ നിങ്ങൾ 1 ലക്ഷത്തിൽ താഴെയുള്ള ബില്ല് പാസ്സാവും. അത് വാങ്ങിച്ചു പിന്നെ തരാൻ. എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും നിർത്തില്ല. കാരുണ്യ പദ്ധതി കോടിക്കണക്കിന് രൂപയാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് കൊടുക്കാറുള്ളത്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീം നിർത്തി. തളർന്നു കിടക്കുന്നവർക്ക് പരിചരിക്കുന്നവർക്കുള്ള ആരോഗ്യ കിരണം പദ്ധതി ഇല്ല. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോവുകയാണ്. അഹങ്കാരത്തിന് വല്ല കുറവുണ്ട്? ഒരു കുറവുമില്ല. രാഷ്ട്രീയത്തിന് ഒരു കുറവില്ല, അഴിമതിക്ക് ഒരു കുറവില്ല. ഞാൻ ഈ സർക്കാർ വിലാസ സംഘടനകൾ എവിടെ പോയി തിരുവാതിര കളി, സ്പോർട്സ്, പിന്നെ പാട്ടെഴുത്ത്, എന്തൊക്കെയാ പറയണത്? സൂര്യനാണ്, കളികളാണ്, അതൊക്കെ അറിയാതെ കളികളാണ്. ഫിനിക്സ് പക്ഷിയാണ്, മരമാണ്. ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? സ്തുതിപാലക സംഘടനകൾ വളഞ്ഞു വെച്ചിട്ട് പറയാം നാട്ടിലെ സ്ഥിതിയാവാതെ ഒരു പണികൾ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. 12,000 കോടി രൂപയാണ് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാറുള്ളത്. പിന്നെ ഇങ്ങനെ ഏത് കരാറുകാരാണ് എടുക്കുന്നത്? മാവേലി സ്കോറിൽ സാധനമില്ല. കാരണം എന്താ? വിതരണക്കാർക്ക് കാശ് കൊടുത്തിട്ട് 6 മാസമായി 1,500 കോടി കൊടുക്കാൻ. സപ്ലൈകോ കൊടുക്കാറായി. KSRTC ഓൾമോസ്റ്റ് തീരുമാനമെടുത്തു. സപ്ലൈകോ കൊടുക്കാൻ പോവാം. 4,000 കോടി രൂപയുടെ ബാധ്യതയാണ്. വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ലാഭത്തിലായിരുന്നു. അന്ന് ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ചു തന്നു. 1957 മുതൽ 2016 വരെയുള്ള വൈദ്യുതി ബോർഡിന്റെ ആകെ കടം 1083 കോടി. ഈ 7 കൊല്ലം കൊണ്ട് എത്രയായി കടം തരാം? കളഞ്ഞിട്ടത് 40,000 കോടി. അത്രയും പറ്റില്ല. അപ്പൊ മന്ത്രി പറഞ്ഞു കഴിഞ്ഞ 6-7 മാസം മുമ്പ് കൂട്ടി വൈദ്യുതി ചാർജ്, ഇപ്പൊ വീണ്ടും കൂട്ടി. ഞാൻ ഇനി എല്ലാ കൊല്ലം കൂട്ടുന്നതാണ്. എല്ലാ കൊല്ലം എല്ലാ മാസം കൂട്ടേണ്ടി വരും. നിങ്ങൾ മാത്രം, നിങ്ങൾ സ്ത്രീകളല്ലേ ഇവിടെ കൂടുതലിരിക്കുന്നു, ഒരു 6 മാസം മുമ്പ് നിങ്ങളുടെ വീട്ടിലെ ചെലവ് വെള്ളക്കര കൂട്ടി, വൈദ്യുതി ചാർജ് 2 പ്രാവശ്യം കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, രൂക്ഷമായ വിലക്കയറ്റം. വിലക്കയറ്റം വരുമ്പോൾ ഇടവരുന്ന മാവേലി സ്റ്റോർ കൂട്ടി. അപ്പോ വിലക്കയറ്റം കൊണ്ടും ഈ നികുതി വർധനവ് കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഒരു 10,000 രൂപയുടെ ചെലവ് വർദ്ധിച്ചു. മിനിമം 10 കൊണ്ട് പൈസ ഒന്നും കൂടിയിട്ടില്ലല്ലോ. ഉള്ള പൈസ കിട്ടുന്നതാണ്. ഉള്ള പൈസ കിട്ടുന്നില്ല. ഇതാണ് ദയനീയമായ സ്ഥിതി. അതുപോലെ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അമിതമായ ജോലിഭാരമാണ്. സത്യപോലെ തരണം വരും. പല ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ ജോലി എത്ര പേരുടെ ജോലിയാണ് ചെയ്യുന്നത്. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് പോലും ഒന്ന് വിശ്രമിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ എണ്ണക്കുറവ് എല്ലായിടത്തും നമ്മളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാഫ് നഴ്സിന്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, മറ്റേ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നിരന്തരമായി എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. PSC റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഒരാളെങ്കിൽ ഉള്ള പോസ്റ്റിലെ ആളെങ്കില്ല, എങ്ങനെയാണ് പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം? വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ പോകുന്നു. മൈക്കിൽ കൂടി പറയും നഴ്സുമാരും മാലാഖമാരാണ് അല്ലെ, കേരളത്തിൽ ഭയങ്കരമായ കടപ്പാടുണ്ട് എന്ന് പറയും. പക്ഷെ അവരുടെ കാര്യത്തോട് അടുക്കം വരുമ്പോൾ ഒരു കാര്യവും അവർക്ക് വേണ്ടി ചെയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നഴ്സിംഗ് ഡയറക്ടറേറ്റ് രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള, അതുപോലെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ, മെഡിക്കൽ എഡ്യൂക്കേഷനും മെഡിക്കൽ സംബന്ധിച്ച വിവരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭാരവാഹികൾ നിരന്തരമായി വന്ന് കണ്ട് അതെല്ലാം ഞങ്ങളോടൊക്കെ ബ്രീഫ് ചെയ്ത് ഞങ്ങൾക്കെല്ലാം കാണാപ്പാടാണ്. ആ വിഷയങ്ങളെല്ലാം തീർച്ചയായും നിങ്ങളുടെ വിഷയങ്ങൾ നിയമസഭയിൽ കൂടി അവതരിപ്പിക്കും എന്ന് ഞാൻ പ്രത്യേകമായി മാത്രമല്ല നിങ്ങളുടെ എക്സ്ക്ലൂസീവായി നഴ്സുമാരുടെ വിഷയം നമുക്ക് നിയമസഭയിൽ അവതരിപ്പിക്കാം.
ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നവരാണ് നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും. അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഇടപെടലുകൾ എന്ന് ഞാൻ പ്രത്യേകം വാക്ക് നൽകിയാണ്. ദീർഘമായ പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല. 24-ാം തീയതി നടക്കുന്ന പൊതുപണിയുമായിട്ട് വലിയ വിജയമാക്കി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവകാശ സംരക്ഷണ കൺവെൻഷൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട നേതാവിനെ കൈമാറുകയാണ്. ഈ ചടങ്ങ് നിങ്ങളുടെ തുടർന്നുള്ള സംഘടനാ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചു നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം എല്ലാവരും ഒത്തുകൂടുകയും വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള സ്വീകാര്യതയുള്ള മറ്റ് സംഘടനകൾക്കെല്ലാം അസൂയ ഉളവാക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നിങ്ങൾ ഈ അവകാശ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ആ ഡിമാൻഡ്സ് നിങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് നിങ്ങൾ നേരത്തെ ഇവിടെ രംഗത്ത് ഏതെങ്കിലും കാര്യത്തിനുണ്ടോ എന്ന് നമ്മൾ തപ്പി നടക്കുന്ന സംഘടനകളാണ്. ഇവിടെ വനിതകളുടെ എണ്ണം കൂടുതലും സന്തോഷം മനസ്സും പ്രസംഗമധ്യേ മെയിൽ നേഴ്സന്മാരുടെ എണ്ണം ഞങ്ങൾ കൂട്ടുന്നു എന്നുമാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം, സെറ്റോയിലെ 15 ഘടക സംഘടനകളും UTF ചേരുമ്പോൾ 40 ഘടക സംഘടനകൾ ഉണ്ട്. അപ്പൊ ഈ സംഘടനകളിലെല്ലാം പുരുഷാധിപത്യമാണ്. നിങ്ങൾ ഞങ്ങളുടെ ഭാഗമാണ്, കേരള NGO അസോസിയേഷന്റെ ഭാഗമാണ്. അതാണ് അതിന്റെ കറക്റ്റ് ജനറൽ സംഘടന എന്ന നിലയിൽ. പിന്നെ നിങ്ങളുടേതായ കുറെ പ്രശ്നങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ജോലി സമയവും ഷിഫ്റ്റും അതിന്റെ കുറച്ച് സാങ്കേതികത്വവും അത്തരത്തിലുള്ള സംഘടന ഞങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ്, ആ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇവിടെ വനിതകളാണ് കൂടുതൽ. ഇപ്പോ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും പുരുഷന്മാരാണ് എന്നുള്ളത് ഇപ്പൊ നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെടുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നിരുന്നാലും ഒരു സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് ഒരു വീട്ടിൽ, കുടുംബത്തിൽ, ഇവിടെ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ പോലും നിങ്ങൾ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ അല്ലെങ്കിൽ സ്ത്രീകൾ പറയുന്നതിന് അതിന് ഈ സമൂഹത്തിൽ വലിയ വിലയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ ഈ മർമറി ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ സഹപ്രവർത്തകരോട്, ആശുപത്രിയിൽ മരുന്നില്ലാത്ത അവസ്ഥ അവിടുത്തെ രോഗികൾ കൂട്ടിരിപ്പുകാരും കണ്ട് മനസ്സിലാക്കുകയാണ്. ഈ ആശുപത്രി സംവിധാനം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ ആശുപത്രിയുടെ പോക്കാണ് നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതെല്ലാം എന്തോ ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാം കരുതുന്നത്. ഇപ്പൊ സ്വകാര്യ ആശുപത്രി മെഡിസെപ്പിൽ എന്തുകൊണ്ട് ചികിത്സിക്കാൻ തയ്യാറാകുന്നില്ല? അവിടെ ഒരു പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ വരുന്നിടത്ത് അവർക്ക് 40,000 50,000 രൂപയാണ് ഈ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത്. ബാലൻസ് തുക അവഗണിച്ച് ഇതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ശരിയല്ല, ചികിത്സിച്ച് അസുഖം വന്നിരിക്കുന്ന ആളാണ്. എങ്കിലും ആ ഇൻഷുറൻസിന്റെ പോളിസി ഉടമ അയാൾ നാശം അടയ്ക്കേണ്ടി വരും. വളരെ പ്രായോഗികമായ
പെട്ടെന്ന് ഗുരുതരമായ അസുഖം വന്ന് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നുള്ള സർജറി ആയിരിക്കും. അപ്പൊ ഈ ഇൻഷുറൻസ് കാർഡുണ്ട് എന്ന് പറഞ്ഞായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ബാക്കി പണം അടയ്ക്കാൻ പറയും. ഇടയ്ക്ക് പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നവർക്കില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ആശുപത്രികളിൽ പുതിയ പുതിയ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വകാര്യ മേഖലയിലേക്ക് മൊത്തം പോവുകയാണ്. വിദ്യാർത്ഥികൾ, കുട്ടികൾ, അവരുടെ പഠനം, ആശുപത്രി ചികിത്സകൾ, സർക്കാർ സർവീസിൽ നിന്നെല്ലാം തുറന്നോട്ട് പോവുകയാണ്. ഇത്തവണത്തെ ക്ലർക്ക് പരീക്ഷ പബ്ലിക് സർവീസ് കമ്മീഷൻ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു. അതിൽ 17 ലക്ഷം പേരാണ് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ ഇതുവരെ വന്നിട്ടുള്ള കണക്കനുസരിച്ചിട്ടുള്ളത് 12 ലക്ഷം പേരാണ്. എന്ന് പറഞ്ഞാൽ 5 ലക്ഷം പേർ ഈ പരീക്ഷ എഴുതാൻ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടേണ്ടതായിരുന്നു. അപ്പോ അത് 5 ലക്ഷം കുറയുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം ജോലികൾ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് കുട്ടികൾ വിലയിരുത്തുന്നു. നിങ്ങളെല്ലാം ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇവിടെ ഒരു 30, 35, 40 ഒക്കെ വയസ്സിനകത്തുള്ള ആളുകളുണ്ട് ഭൂരിപക്ഷം. അവരെല്ലാം വിചാരിക്കുന്നത് 50, 56 അല്ലെങ്കിൽ 60 വയസ്സ് പെൻഷൻ പറ്റുന്നു. അതിനുശേഷം നിങ്ങളെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണ്, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു, പെൻഷൻ കിട്ടുമെന്നാണ് വിചാരം. പക്ഷെ ഇപ്പൊ നമുക്ക് ആലോചിച്ചാൽ എത്ര നാളിൽ പോകും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ അടുത്ത ഒരു ആൾട്ടർനേറ്റീവ് കണ്ടെത്താൻ നിങ്ങൾ അത് ഒരു കോഴ്സ്, അത് നിങ്ങളെ അതിലേക്ക് തള്ളിവിടുന്നു. ഇനി എന്താണ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ചെലവുകൾ അത്തരത്തിൽ വലുതുമാണ്. അപ്പൊ ഇത് അവസാനിപ്പിക്കാൻ ഗവൺമെന്റുകൾ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുകയാണ്. ഒരു ഗവൺമെന്റ് ചിന്ത അവിടെയാണ്. ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. സർവീസ് മേഖലയിൽ ആശുപത്രി നിലനിൽക്കണം. ഇങ്ങനെയാണെങ്കിൽ മരുന്നുകൾ വേണമെങ്കിൽ സാധാരണക്കാർക്ക് കൊടുക്കണമെങ്കിൽ പണം വേണം. അതിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്നു. ആരെങ്കിലും ഇവിടെ ചികിത്സിച്ചോട്ടെ, എവിടെയെങ്കിലും ആരെങ്കിലും കട പറഞ്ഞു പോയിക്കോട്ടെ. ഇപ്പോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 വർഷം തോറും ഓരോ ഗവൺമെന്റുകൾക്ക് കൂട്ടുന്നതാണ്. നല്ല കാര്യം. സാധാരണക്കാർക്കുള്ള പെൻഷൻ കിട്ടുന്നതാണ്. സാധാരണ ജനവിഭാഗത്തിനാണ് അത് കൊടുക്കേണ്ടതുമാണ്. പക്ഷെ അതുകൊണ്ട് ഒരു ബാധ്യത കൂടി വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ആ തുക വർദ്ധിക്കുന്നത് പൊളിറ്റിക്കലായി നോക്കുമ്പോൾ വരുന്ന ഗവൺമെന്റ് തൊഴിലുറപ്പിന് പണം കൊടുക്കുന്നത് പോലെ പൊതുസമൂഹത്തിലേക്ക് പണം കൊടുക്കുന്നത് കൂടുതൽ താല്പര്യമാണ്. നമ്മൾ പണ്ട് സേവനം ചെയ്തു, അതിന്റെ ഒരു ഗ്രേസിൽ പെൻഷൻ തരുന്നു എന്നുള്ള കൺസെപ്റ്റാണ്. മറ്റേത് അങ്ങനെയല്ല. സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു കമ്പാഷനേറ്റ് എന്ന നിലയ്ക്കാണ് പെൻഷൻ പോകുന്നത്. അപ്പൊ അതിന് കൂടുതൽ കുറച്ചും കൂടെ ഒരു സെന്റിമെന്റൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അതുണ്ട്. അപ്പൊ അതല്ല പൊളിറ്റിക്കലായി അത് കൊടുക്കുന്ന ആളുകൾക്ക് ഗുണകരമാണ്. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല. ഇവിടെ ശമ്പളം കൊടുത്തിട്ട് ഗുണമില്ല. ഇവിടെ ക്ഷാമബന്ധം കൊടുത്തിട്ട് പ്രത്യേക പ്രയോജനമില്ല. ആരും ഒന്ന് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള പണം പിരിച്ചാണ് സർക്കാരിൽ എഴുതിയിരിക്കുന്ന ആ നിർദ്ദേശാനുസരണം വീണ്ടും പണം പിരിച്ച് ദേശാഭിമാനം നടത്തുന്നു, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുന്നു. നമ്മളെല്ലാം നിങ്ങളെല്ലാം ഈ കബഡിയും ഇതൊക്കെ കളിപ്പിക്കുന്നത് വെറുതെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അല്ല, പ്രധാന വിഷയത്തിൽ നിന്ന് മാറും. ഇപ്പൊ നിങ്ങൾ വളരെ ഉച്ചഭക്ഷണ സമയമാണ് നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. പെട്ടെന്ന് നിങ്ങളെ എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കളി ഇവിടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോ നിങ്ങൾക്കെല്ലാം താല്പര്യമുള്ളതാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അതിൽ ഇൻഡൽജനാവും. നിങ്ങൾ ആ ഭക്ഷണത്തിന്റെ കാര്യം അല്പനേരത്തേക്ക് മറക്കും. കാര്യം നിങ്ങൾ അറിവായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടുത്തെ സന്തോഷിന്റെ അവകാശ പത്രികയൊക്കെ ഇവിടെ വക്കീൽ കിടക്കട്ടെ വെച്ച് ഇവിടെ റോളം ഉണ്ടാക്കി ഒരു ഗാനമേള റോളം ഒരു സെലിബ്രിറ്റി ഒക്കെ ഇതാണ് മനുഷ്യൻ. അപ്പൊ അപ്പൊ ചില കാര്യങ്ങൾക്കെല്ലാം ഇത് ആസൂത്രിതമായി കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ സിവിൽ സർവീസ് മേഖലയിൽ എല്ലാം കൊടുക്കുക. അവിടെയാണ് വനിതകളായിട്ടുള്ള നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട്. ഇപ്പൊ ബഹുമാനപ്പെട്ട വീഡിയോയുടെ സൂചിപ്പിച്ചത് വിലക്കയറ്റം 6 മാസം മുമ്പുള്ള നിങ്ങൾ കണക്കെടുക്കണം. നിങ്ങൾ എടുത്തു നോക്കും എന്ത് വ്യത്യാസം വരും. നമ്മളറിയാം ഓരോ വർഷം കഴിയുന്നവരും ഇൻക്രിമെന്റ് വാർഷിക വേതന വർധനം എന്ന് പറയുന്നത് ഒരു 2%, 1% ഒക്കെ ഉള്ളൂ. ഇൻക്രിമെന്റ് ഒരു 10-15% ഒക്കെയാണ് ഒരു ശമ്പള പരിഷ്കരണത്തോടെ മാറ്റം വരണം 5 വർഷം കൂടുന്നു. അതുപോലും വിലക്കയറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊന്നും നിലനിൽക്കുന്നതല്ല.
ഇപ്പൊ ഒരു പുതിയ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് 50,000-60,000 രൂപ കിട്ടുന്നില്ലേ, MBBS പഠിച്ചിട്ട് വരുന്ന ആളുകൾക്ക് 10,000-20,000 രൂപയാണ് കിട്ടുന്നത് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മുടെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊന്നുമില്ല, ഈ സ്ഥലത്ത് ഭരണാധികാരികളുടെ പിടിപ്പുകേട് കൊണ്ടുണ്ടാകുന്നതാണ്. കുത്തക ഭീമന്മാർ കൊള്ളയടിച്ച് കൊണ്ടുപോകുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആശുപത്രികളിൽ നിന്ന് മതിയായ വേതനം വാങ്ങി അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. നഴ്സുമാർക്ക് ഉണ്ടായിട്ടുള്ള അവർക്കൊരു വേതനം അത് എല്ലായിടത്തും ഉള്ളതുപോലെ അവരുടെ ആവശ്യാധിഷ്ഠിത മിനിമം വേതനം എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ അതിനെ ചിട്ടപ്പെടുത്തിയെടുക്കുവാൻ അല്ലെങ്കിൽ ആ എംപ്ലോയറെ അവരുടെ അവരുടെ ആശുപത്രി അല്ലെങ്കിൽ ഉടമയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്നു സർക്കാർ. ഇതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. 24-ാം തീയതി നടക്കുന്ന പണിമുടക്കിന്റെ വിഷയങ്ങളിലൂടെ അധ്യക്ഷൻ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങളുടെ ക്ഷാമബന്ധയില്ല, 3.5 വർഷമായി, അടുത്ത 7ാമത്തെ ഗഡു എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ശമ്പള പരിഷ്കരണത്തിൽ നിർത്തി ചെയ്യാൻ പോലും പണമില്ല, ഒന്നുമില്ല. ഇതെന്താണ് പറഞ്ഞത്? 7%. ഈ 2024 ജൂലൈയിൽ ഏതാണ്ട് 6 മാസം കഴിയുമ്പോൾ ശമ്പളം പരിഷ്കരിക്കേണ്ടതാണ്. കമ്മീഷനുമില്ല, ഒരു കാര്യം. സറണ്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ 4 വർഷമായി 50,000, 60,000, 70,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപ അഡീഷണലായി കിട്ടുമായിരുന്നതാണ്. അത് പോകും. ടെർമിനൽ സറണ്ടർ അവസാനത്തെ 10 മാസം 300 ദിവസം നിങ്ങൾക്ക് പെൻഷൻ പറ്റുന്നതുമായി ബന്ധപ്പെട്ട് സറണ്ടർ ചെയ്യാം. ടെർമിനൽ സറണ്ടർ അവസാനം മാറ്റിവെക്കുകയും ഈ വെടുക്കാത്തവരോ ഉള്ളവരോ കരുതി വെക്കുന്നു. അതും മിക്കവാറും ഇവർ ഗവൺമെന്റ് അത് നേരത്തെ കുറച്ചുണ്ടായിരുന്നാൽ അല്പം കൂടി വന്നതാണ്, പിന്നെ അതിപ്പോ ഇല്ലാതാകുന്ന അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന 3-4 വർഷത്തെ എടുത്ത് നോക്കിയാൽ ഒരു 7 ലക്ഷം രൂപ തരത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. 2019 സാധാരണ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക വരുമ്പോൾ ഒരു നല്ല തുക കിട്ടുന്നതാണ്. അതെന്തെങ്കിലും കാര്യത്തിൽ കരുതി വെക്കാവുന്നതാണ്. ഇത്തവണ വെയിറ്റേജും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പൊ അടുത്ത ശമ്പളം പരിഷ്കരിക്കുമ്പോൾ വെയിറ്റേജ് ഇല്ലാതെ ഒരു സാഹചര്യം 10-15% കഴിഞ്ഞ വർഷം പോയി. ഇത്തരത്തിലുള്ള ക്ഷാമബന്ധ ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം അടുത്ത ശമ്പള പരിഷ്കരണത്തോടെ നിങ്ങൾക്ക് ഇപ്പോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കിട്ടിയ ഈ നേട്ടം അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കാവുന്ന ഒരു സാഹചര്യം അടുത്ത ഒരു പരിഷ്കരണത്തിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. നിങ്ങൾ സർക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങൾ കടമെടുപ്പ് വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ സാലറി ഡീറ്റെയിൽസ് വെച്ച് കടം തരാൻ പറയപ്പെട്ടില്ല എന്ന് കേന്ദ്രം പറയുന്നത് പോലെ ബാങ്കുകൾ നിങ്ങളോട് പറയും, നിങ്ങളോട് നോ പറയും. പലയിടത്തും നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വരും. നിങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ പറ്റാത്തവർ അവരെല്ലാം 2ാം തരം പൗരന്മാരായി മാറും. നിങ്ങൾ ഇന്നുണ്ടായിരുന്ന ഒരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു അഭിവൃദ്ധി ഇല്ലാതെ ഉറപ്പാണ്, ഡെഫിനറ്റാണ്. നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ പറയുന്ന വാക്കുകൾ നടക്കാൻ പോകുന്നില്ല. ഏത് ഗവൺമെന്റ്